Class 10, Unit 2, Parts to Progress. First lesson, Breaking Barriers, I Will Fly. Parts to Progress. പുരോഗതിയിലേക്കുള്ള വഴികൾ. യൂണിറ്റ് 2. ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവിയുടെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിലെ മനോഹരമായ വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം. Two roads diverged in a wood, and I took the one less travelled by, and that has made all the difference. Diverged എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകുക. വുഡ് എന്ന് പറഞ്ഞാൽ കാട്. ഒരു കാട്ടിൽ വെച്ച് രണ്ട് വഴികൾ പിരിഞ്ഞുപോയി. ഞാൻ ആളുകൾ അധികം സഞ്ചരിക്കാത്ത വഴി തിരഞ്ഞെടുത്തു. അതാണ് എല്ലാ മാറ്റങ്ങൾക്കും കാരണമായത്. ഇതാണ് ഈ വരികളുടെ ആശയം. ഇവിടെ യൂണിറ്റ് 2-ലെ ആദ്യത്തെ ഭാഗമായ സ്പീച്ചാണ്, അതായത് പ്രസംഗം. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. തടസ്സങ്ങളെ ഭേദിച്ച് ഞാൻ പറക്കും. ശ്രീകാന്ത് ബോലയുടെ ഒരു പ്രസംഗമാണിത്. ഇവിടെ ശ്രീകാന്ത് ബോലയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീകാന്ത് ബോല വാസ് ബോൺ ഇൻ 1991 at മച്ചിലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ശ്രീകാന്ത് ബോല 1991 ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു. His parents were undereducated farmers. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിദ്യാഭ്യാസം ഇല്ലാത്ത കർഷകരായിരുന്നു. He has been a youth leader since 2005 and a member of the Lead India campaign of 2020. The National Youth Movement started by the former President of India, APJ Abdul Kalam. 2005 മുതൽ ഒരു യുവ നേതാവായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആരംഭിച്ച ഇന്ത്യ 2020 ക്യാമ്പയിൻ, അതായത് ദേശീയ യുവജന പ്രസ്ഥാനത്തിലെ ഒരു അംഗം കൂടി ആയിരുന്നു. In 2012, Bola set up a Boland Industries with a partner Ravi Mantha. It produced eco-friendly recycled craft paper and packaging products from natural and recycled materials. 2012 ബോല തന്റെ പങ്കാളിയായ രവി മന്തയോടൊപ്പം ചേർന്ന് ബോലൻഡ് ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു. പ്രകൃതിദത്തവും പുനരുപയോഗിക്കാവുന്നതുമായ വസ്തുക്കളിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദമായ ക്രാഫ്റ്റ് പേപ്പറും പാക്കേജിംഗ് ഉൽപ്പന്നങ്ങളുമാണ് ഈ സ്ഥാപനം നിർമ്മിക്കുന്നത്. ശ്രീകാന്ത് ബോല ഈസ് ദ ഡയറക്ടർ ഓഫ് സർജ് ഇംപാക്ട് ഫൗണ്ടേഷൻ, which he founded in 2016. The organization aims to enable individuals and institutions in India to achieve the Sustainable Development Goals by 2030. ശ്രീകാന്ത് ബോല 2016 സ്ഥാപിച്ച സർജ് ഇംപാക്ട് ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കൈവരിക്കാൻ ഇന്ത്യയിലെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പ്രാപ്തരാക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. In 2017, Bola was named in the Forbes magazine list of 30 under 30 across all of Asia. A biopic of his life, Srikanth, was released in 2024. 2017 ഫോർബ്സ് മാഗസീനിന്റെ ഏഷ്യയിലെ 30 under 30, അതിൻ്റെ അർത്ഥം 30 വയസ്സിൽ താഴെയുള്ള 30 പ്രമുഖർ, ആ ലിസ്റ്റിൽ ബോലയെ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ശ്രീകാന്ത് എന്ന പേരുള്ള സിനിമ 2024 പുറത്തിറങ്ങി. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിച്ചു തുടങ്ങാം. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പ്രിസർവൻസ് റാദർ ദാൻ ലക്ക്, ഡസൻറ്റ് ഇറ്റ്? വിജയം, അതായത് സക്സസ്, ഇതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് വിഷൻ, അതായത് കാഴ്ചപ്പാട്. രണ്ടാമത്തേത് പ്രിസർവൻസ്, അതായത് സ്ഥിരോത്സാഹം. ഇത് രണ്ടും ഭാഗ്യത്തെക്കാളേറെ ആവശ്യമാണ് വിജയത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ അല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലിയേഴ്സ് ആസ് പ്രാക്ടീസ്. ഡു യു എഗ്രി? പ്രശ്നങ്ങളെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളായും ഫെയിലിയേഴ്സ് തോൽവികളെ ആസ് പ്രാക്ടീസ് പരിശീലനമായും നമ്മൾ കാണണം. അതിനോട് നിങ്ങൾ യോജിക്കുന്നോ? ഇതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. Now let's listen to a visually challenged visionary who has changed his own life
and the lives of many others. ഇവിടെ വിഷ്വലി ചാലഞ്ച്ഡ് വിഷണറി എന്ന് പറയുന്നത്, അതായത് കാഴ്ച പരിമിതിയുള്ള അതേസമയം ദൂരവീക്ഷണമുള്ള ഒരു വ്യക്തി. അങ്ങനത്തെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതം എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ. ശ്രീകാന്ത് ബോല. Hello, I am Srikanth, an entrepreneur. Do you know that 51% of Indians are self-employed? നമസ്കാരം, ഞാൻ ശ്രീകാന്ത്, ഒരു സംരംഭകൻ. നിങ്ങൾക്കറിയാമോ 51% ഇന്ത്യക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെന്ന്? Let me share the story of the richest entrepreneurial couples in the world, my parents. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സംരംഭക ദമ്പതികളെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അത് മറ്റാരുമല്ല, അത് എൻ്റെ രക്ഷിതാക്കളാണ്. They earned just 20,000 a year from their small plot of land. അവർക്കുണ്ടായിരുന്ന ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് തുച്ഛമായ 20,000 രൂപയാണ് ഒരു വർഷം അവർക്ക് ലഭിച്ചിരുന്നത്. Giving birth to a child is the happiest thing for every married couples. വിവാഹം കഴിഞ്ഞ എല്ലാ ദമ്പതികൾക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. At that moment in time, the term apple of the eye did not mean much to them. Neither of my parents had ever seen an apple, nor did I have an eye. ഇവിടെ ആപ്പിൾ ഓഫ് ദ ഐ എന്നൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ ജനനത്തിന്റെ ആ ഒരു സന്തോഷത്തിന്റെ പ്രതീകം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണിന്റെ കൺമണി. അതിന് മുന്നത്തെ വരിയിൽ പറയുന്നുണ്ട്, മാരീഡ് കപ്പിൾസിന് ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഹാപ്പിയസ്റ്റ്, അത്രയും സന്തോഷകരമായ കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സന്തോഷമൊന്നും ഇവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ കാരണം ദാരിദ്ര്യമായിരിക്കാം. കാരണം അതിന്റെ മുന്നത്തെ വരിയിൽ പറയുന്നു, വെറും 20,000 റുപ്യാണ് ഒരു വർഷത്തിൽ അവർക്ക് സമ്പാദിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ കാരണം കൊണ്ടൊക്കെയാണ് അവർക്ക് ആ ഒരു കുട്ടിയുടെ ജനനം അത്രയും സന്തോഷകരമല്ലാത്തൊരു സാഹചര്യമായി മാറാൻ കാരണം. പിന്നെ പറയുന്നു, എൻ്റെ പാരൻസ് ആപ്പിൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ജനിച്ച കുട്ടി, അതായത് ഈ ശ്രീകാന്തിന് കണ്ണും ഉണ്ടായിരുന്നില്ല. When I was born without eyes, society saw me as a burden. Some even suggested that I should be smothered. Smothered എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുക. കണ്ണുകളില്ലാതെ ഞാൻ ജനിച്ചപ്പോൾ സമൂഹം എന്നെ ഒരു ഭാരമായി കണ്ടു. ചിലർ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലണമെന്ന് പോലും നിർദ്ദേശിച്ചു. But my parents showered on me immense love and care. They felt they were the richest couple in the world, and I considered myself the luckiest person. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ എന്നിൽ അളവറ്റ സ്നേഹവും കരുതലും ചൊരിഞ്ഞു. അതാണ് ഇമെൻസ് ലവ് ആൻഡ് കെയർ. ഷവർ എന്ന് പറഞ്ഞാൽ ചൊരിയ. ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നരായ ദമ്പതികൾ താങ്കളാണെന്ന് അവർക്ക് തോന്നി. ഞാനാണെങ്കിൽ എന്നെ തന്നെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തിയായി കണക്കാക്കി. As a child, I spent much of my time with my father in the fields. However, my short legs made it difficult for me to help. ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം പാടങ്ങളിൽ ധാരാളം സമയം ചെലവഴിച്ചു. എന്നിരുന്നാലും എൻ്റെ ചെറിയ കാലുകൾ കാരണം സഹായിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. My father began to think that perhaps the people who doubted my future might be right. He realized I didn't fit into the traditional farming model. Then he decided that education was to be my path. എൻ്റെ ഭാവിയെക്കുറിച്ച് സംശയിച്ച ആളുകൾ പറഞ്ഞത് ശരിയാണോ എന്ന് അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി. പരമ്പരാഗതമായ കൃഷി രീതികൾക്ക് ഞാൻ അനുയോജ്യമല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ, അതാണ് പരമ്പരാഗത കൃഷി രീതി എന്ന് പറയുന്നത്. എൻ്റെ വഴി വിദ്യാഭ്യാസമായിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. ഇവിടെ നിങ്ങൾക്ക് ട്രക്കിംഗ് എന്നൊരു വാക്ക് കാണാം. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ മലകയറ്റം. പക്ഷെ ഇവിടെ മലകയറ്റമല്ല, വളരെ ദൂരെയുള്ള കാൽനട യാത്ര. അടുത്തത് പ്രിസവേർഡ്. പ്രിസവേർഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം അല്ലെങ്കിൽ കഠിന അധ്വാനം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൂരെയുള്ള വിദ്യാലയത്തിലേക്ക് കാൽനടയായിട്ട് പോകുന്നതും അധ്യാപകരുടെയും
ക്ലാസ്മേറ്റ്സിൻ്റെയും അതായത് സഹപാഠികളുടെയും അവഗണന, ദാറ്റ് ഈസ് ഇഗ്നറൻസ്, ഇഗ്നോർഡ്, അവഗണനയും നേരിടേണ്ടി വന്നിട്ടും ഞാൻ വളരെ സ്ഥിരോത്സാഹത്തോടുകൂടെ അല്ലെങ്കിൽ കഠിന അധ്വാനത്തോടുകൂടെ മുന്നോട്ട് പോയി. For 2 years, I sat on the last bench, excluded from activities. I then felt like the poorest child in the world, not on account of lack of money, but because of loneliness and isolation. 2 വർഷത്തോളം ഞാൻ ലാസ്റ്റ് ബെഞ്ച്, അതായത് അവസാന ബെഞ്ചിലിരുന്നു ക്ലാസ്സിൽ. ഒരു പ്രവർത്തനത്തിലും എന്നെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ കുട്ടി ഞാനാണെന്ന് എനിക്ക് തോന്നി. പണമില്ലായ്മയല്ല അതിന് കാരണം, പിന്നെന്താണ്? ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് അതിന് കാരണം. Eventually my parents and relatives decided that I should study in a school with students like me. So I was sent to a special school in Hyderabad. Eventually, ഒടുവിൽ എൻ്റെ രക്ഷിതാക്കൾ പിന്നെ ബന്ധുക്കൾ ഇവരെല്ലാം കൂടെ എന്ത് തീരുമാനിച്ചു? എന്നെപ്പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എന്നെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവര് ഹൈദരാബാദിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ, ഒരു പ്രത്യേക സ്കൂളിലേക്ക് എന്നെ അയച്ചു. There I excelled, becoming an outstanding student, earning top ranks and representing India in chess and cricket. അവിടെ ഞാൻ എൻ്റെ മികവ് കാണിച്ചു. എക്സെൽഡ് എന്ന് പറഞ്ഞാൽ മികവ്. ഞാൻ മികവ് കാണിച്ചു. ഞാൻ മികച്ച വിദ്യാർത്ഥിയായി മാറി. ഉയർന്ന റാങ്കുകൾ നേടി. ഞാൻ ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യനെ പ്രതിനിധീകരിച്ച് കളിക്കാൻ തുടങ്ങി. I had the privilege of working with Dr. APJ Abdul Kalam on various projects like the Lead India Youth Transformation Project. ഇവിടെ പ്രിവിലേജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ആനുകൂല്യം എന്നാകുന്നു. ഓക്കെ, ലീഡ് ഇന്ത്യ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ് പോലുള്ള വിവിധ പദ്ധതികളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രത്യേക ആനുകൂല്യം ലഭിച്ചു. When I completed my 10th grade with over 90% marks, I wanted to study science at the AP State Board. AP State Board എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ്. However, I was told I could only take arts because I was impaired. I did not consider myself visually impaired, but visually challenged. Impaired എന്ന വാക്കിനർത്ഥം വൈകല്യം. ഓക്കെ, ഞാൻ 10ാം ക്ലാസ്സിൽ 90% മാർക്കോടുകൂടെ വിജയിച്ചപ്പോൾ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൽ സയൻസ് പഠിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. എന്നാൽ ഞാൻ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ആർട്സ് മാത്രമേ എനിക്ക് പഠിക്കാൻ കഴിയൂ എന്നോട് പറഞ്ഞു. ഞാൻ എന്നെ കാഴ്ചയില്ലാത്തവനായി കണ്ടില്ല, മറിച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. I was not allowed to pursue my passion due to the perceptions of others. Rather than accept this, I decided to sue the government. ഇവിടെ pursue my passion, passion എന്ന് പറഞ്ഞാൽ ഇഷ്ടം. Not allowed to pursue, അതായത് ആ ഇഷ്ടം നിറവേറാൻ സമ്മതിച്ചില്ല. പിന്നെ perception എന്നൊരു വാക്കുണ്ട്, അതിൻ്റെ അർത്ഥം കാഴ്ചപ്പാടുകൾ. പിന്നെ ഇവിടെ sue എന്ന് പറഞ്ഞൊരു വാക്ക് കാണാം, അതിൻ്റെ അർത്ഥം കേസ് കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചില്ല. ഇത് അംഗീകരിക്കുന്നതിന് പകരം ഞാൻ സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. After 6 months of legal battle, I received a government order allowing me to study science, but at my own risk. അങ്ങനെ 6 മാസത്തെ നിയമ പോരാട്ടത്തിന് ശേഷം സ്വന്തം ഉത്തരവാദിത്തത്തിൽ സയൻസ് പഠിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് എനിക്ക് ലഭിച്ചു. Despite the lack of resources, I worked hard with the help of a mentor. She recorded my textbooks on audio and I scored 98% in my exams. Lack of resources എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കാണാത്ത വ്യക്തിക്ക് പഠിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ, അതാണ് റിസോഴ്സസ്. അപ്പോൾ അതിൻ്റെ ഇല്ലായ്മയാണ് ലാക്ക് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വഴികാട്ടി, അതായത് മെൻറ്റർ എന്ന് പറഞ്ഞാൽ വഴികാട്ടിയുടെ സഹായത്തോടു കൂടെ ഞാൻ കഠിന അധ്വാനം ചെയ്തു. എൻ്റെ പാഠപുസ്തകങ്ങളെല്ലാം
ആ വ്യക്തി ഓഡിയോ എന്ന് പറഞ്ഞാൽ ശബ്ദരൂപത്തിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അത് കാരണം ഞാൻ എൻ്റെ പരീക്ഷയിൽ 98% മാർക്കോടുകൂടെ പാസ്സായി. This proves that anyone, regardless of their impairment or challenges, can achieve great things. Impairment എന്ന് പറഞ്ഞാൽ പരിമിതികൾ, ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ. അപ്പോൾ ഒരു വ്യക്തിയുടെ പരിമിതികളോ അല്ലെങ്കിൽ വെല്ലുവിളികളോ എന്തു തന്നെ ആയാലും മഹത്തായ കാര്യങ്ങൾ നേടാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. However, my journey didn't end there. അങ്ങനെ എൻ്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. When it was time to apply to top engineering schools like IIT, അങ്ങനെ IIT പോലുള്ള മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അപേക്ഷിക്കേണ്ട സമയം വന്നപ്പോൾ I was told that I couldn't sit for the competitive exams because of my blindness. എൻ്റെ അന്ധത കാരണം മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞു. If IIT didn't want me, I decided I didn't want it either. അങ്ങനെ IITക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് IIT വേണ്ട എന്ന് ഞാനും തീരുമാനിച്ചു. I applied to top schools in the United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. അങ്ങനെ ഈ സ്ഥലത്തൊക്കെ ഉള്ള ടോപ്പായിട്ട് നിൽക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അവിടെ എല്ലാം അഡ്മിഷൻ കിട്ടി. I chose to attend MIT. അങ്ങനെ ഞാൻ MITയിൽ ചേരാൻ തീരുമാനിച്ചു. ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ് ഇൻ ദ ഹിസ്റ്ററി. അപ്പോൾ ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചേരുന്ന ഒരു അന്ധനായ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. വൈൽ അറ്റ് MIT, I began to think deeply about my future. അങ്ങനെ MITയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. Should I just get married, settle down and work in corporate America? ഞാൻ വിവാഹവും കഴിച്ച് അമേരിക്കൻ കോർപ്പറേറ്റ് ഒരു കമ്പനിയിൽ ജോലിയും ചെയ്ത് അവിടെ സ്ഥിരതാമസമാക്കണോ? നോ, ഇല്ല. I wanted to solve the problems I had faced. ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം. അതാണ് എൻ്റെ ആഗ്രഹം. Why should blind children be made to sit on the last bench? എന്തിനാണ് അന്ധരായ കുട്ടികളെ അവസാന ബെഞ്ചിൽ കൊണ്ടിരുത്തുന്നത്? Why should 10% of India's population who are disabled be excluded from the economy? എന്തുകൊണ്ട് ഇന്ത്യയിലെ 10% വരുന്ന ഭിന്നശേഷിക്കാരെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കണം? These questions led me back to India, where I returned, giving up all the opportunities in corporate America to build a strong support system for the disabled. ഈ ചോദ്യങ്ങൾ എന്നെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. കോർപ്പറേറ്റ് അമേരിക്കയിലെ എല്ലാ അവസരങ്ങളും ഉപേക്ഷിച്ച് ഭിന്നശേഷിക്കാർക്കായി ഒരു ശക്തമായ പിന്തുണ സംവിധാനം കെട്ടിപ്പടുത്താൻ ഞാൻ മടങ്ങി വന്നു. We established a platform, Boland Industries, together with my partner to find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. ഇവിടെ റീഹാബിലിറ്റേറ്റ് എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം പുനരധിവസിപ്പിക്കുക. ന്യൂച്ചർ എന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുക. അടുത്ത വാക്ക് റീഇൻറ്റിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഒരുമിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത് ഭിന്നശേഷിക്കാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം അവരെ കണ്ടെത്തി പുനരധിവസിപ്പിച്ച് പരിപോഷിച്ച് സമൂഹത്തിലേക്ക് ചേർക്കാനായിട്ട് എൻ്റെ പങ്കാളിയോടൊപ്പം ചേർന്ന് ബോലൻഡ് ഇൻഡസ്ട്രീസ് എന്നൊരു വേദി ഞാൻ സ്ഥാപിച്ചു. അതാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു വേദി. We have supported over 3,000 students in education, vocational rehabilitation, sports and much more. Our company now employs over 150 disabled individuals. Vocational rehabilitation എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായ പുനരധിവാസം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഞങ്ങൾ 3000-ലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽപരമായ പുനരധിവാസം, കായികം അങ്ങനെ അനേക മേഖലകളിൽ പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ 150-ലധികം ഭിന്നശേഷിക്കാർക്ക് ജോലി നൽകുന്നുണ്ട്. It grosses over $1 million in sales, but we are still at the initial stage of our growth, which much more to do.
ഞങ്ങളുടെ ഈ കമ്പനിക്ക് $1,00,000 വിറ്റുവരവുണ്ട്, സെയിൽസ്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ്, ഞങ്ങളുടെ ആരംഭഘട്ടത്തിലാണ്. ഞങ്ങളുടെ വളർച്ചയുടെ ആരംഭഘട്ടത്തിലാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. I want to leave you with 3 lessons. First, show compassion and help others thrive. True wealth doesn't come from money, but from the happiness of others. ഞാൻ നിങ്ങളോട് 3 പാഠങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, ഷോ കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞ അനുകമ്പ. അപ്പോൾ അനുകമ്പ കാണിക്കുക. ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. ത്രൈവ് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിപ്പെടുക അല്ലെങ്കിൽ പെടുത്തുക, വളരാൻ സഹായിക്കുക. അപ്പം മറ്റുള്ളവരെ വളരാൻ സഹായിക്കണം. പിന്നെ പറയുന്നു ട്രൂ വെൽത്ത്, അതായത് യഥാർത്ഥ സമ്പത്ത് പണത്തിൽ നിന്നല്ല, പിന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ് വരുന്നത്. സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ് ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തത, പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. രണ്ടാമതായി, ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഏകാന്തത ഇല്ലാതാക്കണം. കാരണം അത് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ടൊരു രൂപമാണ്. ഫൈനലി, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ദ ഫസ്റ്റ് ടു ബെനിഫിറ്റ്. അങ്ങനെ അവസാനമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആദ്യം പ്രയോജനം ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമെന്ന് ഓർമ്മിക്കുക. The world may look at me and say, Srikanth, you can do nothing. But I look at the world and say, I can do anything. Thank you. ലോകം എന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞേക്കാം, ശ്രീകാന്ത്, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ ലോകത്തെ നോക്കി പറയുന്നു, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. നന്ദി. ശ്രീകാന്ത് ബോലയുടെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. If so, please like, share and subscribe my channel.